ചവിട്ടുനാടകം എന്ന കലാരൂപത്തിൻ്റെ റിഹേഴ്സൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ചുവടി വണങ്ങി ആശാൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനാ ഗീതത്തിനായിട്ട് എല്ലാവരും ഒരുങ്ങി നിൽക്കും. എല്ലാവരും ചുവടി വണങ്ങിയതിന് ശേഷം പ്രാർത്ഥനാ ഗീതത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുകയും അതിനുശേഷം ആശാൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടാകും. അതൊക്കെ അനുസരിച്ചുകൊണ്ട് നാടകത്തിൻ്റെ റിഹേഴ്സലിലേക്ക് നാം പ്രവേശിക്കും. ഇതിപ്പോൾ ആശാൻ്റെ വീടിൻ്റെ മുറ്റത്താണ് റിഹേഴ്സൽ നടക്കുന്നത്. ഏകദേശം 7:30 എല്ലാ കലാകാരന്മാരും അവിടെ എത്തിച്ചേരുകയും അതിനുശേഷം ആശാൻ്റെ പാട്ടിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുകയും ചെയ്യും. അങ്ങനെ നീണ്ട നാളത്തെ റിഹേഴ്സലിന് ശേഷമായിരിക്കും ഒരു നാടകം നമുക്ക് ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് അവതരിപ്പിക്കുക. അതറിയാവുന്ന നാടകമാണെങ്കിൽ കൂടിയും ഒരു 10 ദിവസത്തെ റിഹേഴ്സലെങ്കിലും ഒരു നാടകത്തിൽ വേണ്ടി വരും. സാധാരണ ഓരോ രംഗം അവതരിപ്പിച്ച് കഴിയുമ്പോഴും ആവശ്യത്തിന് കുടിവെള്ളവും ഒക്കെ അവിടെ ഉണ്ടാകും. ഏതായാലും ഇതൊരു രസകരമായ അനുഭവമാണ്. കാരണം കുട്ടികളൊക്കെ ഈ ഫോണിൽ തന്നെ ലയിച്ചു നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഈ രാത്രി സമയം. ആ സമയത്ത് കുട്ടികളെയൊക്കെ ഒരു ആശാൻ്റെ കീഴിലുള്ള ഒരിടത്തേക്ക് വരുത്തുകയും അതുപോലെ തന്നെ അവരെ ചുവടുകൾ പഠിപ്പിക്കുകയും ആ ചുവടുകൾ നാടകത്തിലേക്ക് ചേർക്കുകയും അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കലാകാരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. കുറച്ച് സമയമെങ്കിലും കാലം മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ളൊരവസരം, കലയെ ചേർത്ത് വയ്ക്കാനുള്ള ഒരവസരം. ചവിട്ടുനാടകത്തിൻ്റെ പരിശീലന നിമിഷങ്ങളെല്ലാം വളരെ രസകരമായ വിധത്തിലാണ് സംഘടിപ്പിക്കാറുള്ളത്. കാരണം അവിടെ ചിരിയുണ്ടാകും, കളിയുണ്ടാകും. പക്ഷേ നാടക അവതരണ സമയത്ത് അതിൻ്റേതായ ഗൗരവം കാത്തു സൂക്ഷിക്കണം എന്നുള്ള ആശാൻ്റെ നിർദ്ദേശവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ ചുവടുകളും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുവാനും അതിനനുസരിച്ച് ഓരോ രംഗവും ക്രമപ്പെടുത്തുവാനും ചവിട്ടുനാടകത്തിൻ്റെ റിഹേഴ്സലിലൂടെയൊക്കെ സാധിക്കും. ചവിട്ടുനാടകത്തിൻ്റെ ചുവടി വണങ്ങിയിട്ടാണ് നമ്മൾ നാടകം ആരംഭിക്കുന്നത് തന്നെ. ചുവടി എന്ന് പറഞ്ഞ ചവിട്ടുനാടകത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. ചുവടിയും താളവും വെച്ച് ആശാൻ എഴുന്നേറ്റ് നിൽക്കുകയും അതിൽ നമ്മൾ തൊട്ട് വന്നിച്ചുകൊണ്ട് ആശാൻ്റെ കാൽ വന്നിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും റിഹേഴ്സൽ ആരംഭിക്കുന്നത്. അങ്ങനെ നാടകത്തിൻ്റെ റിഹേഴ്സലൊക്കെ പൂർത്തിയാക്കി കൃത്യമായി പരിശീലിച്ച് പഠിച്ച് ഒരുങ്ങിയിട്ടാണ് ഓരോ നാടകവും നമ്മൾ അവതരിപ്പിക്കാൻ പോകാറുള്ളത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലുള്ള നാടകത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ചവിട്ടുനാടക റിഹേഴ്സലിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ കാണുവാൻ പോയിരിക്കുമായിരുന്നു അവിടെ. അങ്ങനെയാണ് ചവിട്ടുനാടകത്തോടൊരു എന്താ പറയുക താല്പര്യം ഉണ്ടാകുന്നത് തന്നെ. കുട്ടിക്കാലത്ത് സന്ധ്യാസമയങ്ങളിൽ ചുറ്റും ഇങ്ങനെ നിലത്തിരുന്നു കൊണ്ട് ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണുമായിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. അതിൽ നിന്നാണ് വീണ്ടും ചവിട്ടുനാടക കലാകാരൻ എന്നുള്ള നിലയിലേക്ക് ഞാൻ വളർന്നതും പ്രചോദനമായതും അതൊക്കെ തന്നെയാണ്. ഏതായാലും ഇതൊരു നാടിൻ്റെ കലാരൂപമാണ്. ഇവിടെ സന്ധ്യാസമയങ്ങളിൽ ഈ കുറുമ്പത്തുരുത്ത് എന്ന പ്രദേശത്ത് സന്ധ്യാസമയത്ത് ചവിട്ടുനാടകത്തിൻ്റെ ഈരടികൾ കേൾക്കാൻ സാധിക്കുക, ചുവടുകൾ കാണാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. റിഹേഴ്സലൊക്കെ പൂർത്തിയാക്കി ചവിട്ടുനാടകത്തിലെ അവസാന ചടങ്ങായ മംഗളത്തിലേക്ക് പ്രവേശിക്കും. മംഗളത്തോടു കൂടിയിട്ടാണ് നാടകത്തിൻ്റെ റിഹേഴ്സലൊക്കെ അവസാനിക്കുന്നത്. നാടകം അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ. മംഗളം എന്ന എല്ലാ കലാകാരന്മാരും ഒരുമിച്ച് ചേർന്ന് ചുവടുകൾ വയ്ക്കുന്ന ഒരു കുറച്ച് സമയം അതൊരു വൈബ് തന്നെയാണ്. കാരണം വേദി അതോടുകൂടി എന്താ പറയുക, തട്ടുപൊളിപ്പൻ നാടകം എന്നുള്ള പേര് ലഭിക്കുന്ന അങ്ങനെയാണല്ലോ. തട്ട് പൊളിക്കണം എന്നാണ് പറയാറുള്ളത്. അങ്ങനെ മംഗളത്തോടു കൂടിയൊക്കെ നാടകം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ആശാൻ
പ്രോഗ്രാമിനെക്കുറിച്ചും മറ്റെന്തെങ്കിലും നാടകത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ആ വിവരങ്ങളൊക്കെ ആ സമയം പങ്കുവച്ച് നിർദ്ദേശങ്ങൾ നൽകി തിരുത്തേണ്ടത് തിരുത്തിയൊക്കെ മുന്നേറുവാൻ ആശാൻ വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്യും. അങ്ങനെ ഒരു രാത്രിയുടെ അല്ലെങ്കിൽ പല രാത്രികളുടെ ശ്രമഫലമായിട്ടാണ് ഒരു നാടകം വേദിയിൽ എത്തുന്നത്.